വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. മുടിഞ്ഞ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇന്ന് സംസാരിക്കുകയാണ്. നീ തകർന്നുപോയി, നീ മുടിഞ്ഞുപോയി, തകർന്ന തരിപ്പണമായി, ഇനി ഒന്നും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല എന്ന് നിന്നെക്കുറിച്ച് നീ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് പറയുന്നു, നീ മുടിഞ്ഞു പോയിട്ടില്ല. കാരണം യഹോവയ്ക്ക് നിന്നോട് ഒരു കരുണ തോന്നി. എൻ്റെ ദൈവത്തിന് നിങ്ങളോട് ഒരു കരുണ തോന്നി. അതുകൊണ്ട് നീ കരുതി നീ തകർന്നു പോയെന്ന്, നീ കരുതി നീ മുടിഞ്ഞു പോയെന്ന്, ഇനി നിനക്ക് ഉയരുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് നീ പ്രതീക്ഷിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് നിനക്ക് ഒരു ഉദ്ധാരണം തരുവാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും, നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. ഭക്തൻ ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. ഒരുപക്ഷെ ഇതുപോലെ നിങ്ങളും ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞില്ലേ, എൻ്റെ കഷ്ടത എന്നെ മൂടിയിരിക്കുകയാണ്, കഷ്ടതയ്ക്കകത്ത് ഞാൻ മുങ്ങിയിരിക്കുകയാണ്. കഷ്ടതയും അരിഷ്ടതയും എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കുന്ന അവസ്ഥ, വട്ടം കറങ്ങുന്ന അവസ്ഥ, മുന്നോട്ടേക്ക് ഇനി ഒരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥ, മതി, തീർന്നു യഹോവേ എന്ന് നീ പറയുന്ന അവസ്ഥ. അടുത്തത് ഭക്തൻ പറയുന്നു, കാഞ്ഞിരവും കയ്പും. നിന്റെ ജീവിതം കഷ്ടതയും അരിഷ്ടതയും മാത്രമല്ല, കയ്പിൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തൻ്റെ ഇഹലോക ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കാമോ അതിൻ്റെ പാരമ്യത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ ഇന്ന് എന്നെ ശ്രവിക്കുന്നുണ്ട്. അവരോടാണ് ദൈവം സംസാരിക്കുന്നത്. നിന്റെ ജീവിതം കയ്പിൻ്റെ ഒരു അനുഭവത്തിൽ, സന്തോഷിക്കാനായിട്ട് യാതൊരു വകയുമില്ലാത്ത, മധുരമായിട്ട് ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത ചില കയ്പിൻ്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോവുകയായിരിക്കാം. കയ്പിനു പുറമെ കാഞ്ഞിരത്തിൻ്റെ അനുഭവം. എന്താണ് കാഞ്ഞിരം? കാഞ്ഞിരം കയ്പ് നിറഞ്ഞ ഒരു വൃക്ഷമാണ്. മാത്രമല്ല കാഞ്ഞിരത്തിനകത്ത് വിഷമയമുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്നോടുള്ള അവൻ്റെ ദയ, നിന്റെ കുടുംബത്തോടുള്ള അവൻ്റെ ദയ, നിന്റെ തലമുറയോടുള്ള അവൻ്റെ ദയ തീർന്നു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് പകലിലും നീ മുടിഞ്ഞു പോകാതെ ഇവിടെ ആയിരിക്കുന്നത്. ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് പുതിയ നാമ്പ് കിളിർപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. മുടിഞ്ഞു എന്ന് നീ കരുതുന്ന ആ അവസ്ഥയിൽ നിന്ന് നിനക്ക് പുതിയൊരു അധ്യായം നിന്റെ ജീവിതത്തിൽ കുറിക്കുവാനായിട്ട്, പുതിയൊരു തുടക്കം നിന്റെ ജീവിതത്തിൽ തരുവാനായിട്ട് എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം പ്രാപ്തനാണ് എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് മടുക്കാതെ, മനസ്സ് തകർന്നു പോകാതെ, മനസ്സ് ക്ഷീണിക്കാതെ യഹോവയിങ്കലേക്ക് തിരിയുക. ദൈവത്തിന്റെ വചനം തുടർന്ന് ഇപ്രകാരം പറയുന്നു, 23-ാമത്തെ വാക്യം, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അതെ, നീ വിചാരിക്കുന്നു ദൈവത്തിന് പോലും എന്നെ വേണ്ട എന്ന്. ഇല്ല, ദൈവത്തിന് നിന്നെ വേണം. നിന്നോടുള്ള അവൻ്റെ വിശ്വസ്തത, അതിനൊരു ഭംഗം വന്നിട്ടില്ല. അത് ഒരിക്കലും തീർന്നു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ പ്രഭാതത്തിലും പുതിയൊരു വിശ്വസ്തത നിന്നോട് കാണിക്കുവാനായിട്ട് എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൻ്റെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നിനക്ക് തരുവാനായിട്ട് പരിശുദ്ധയാത്മാവ് ആഗ്രഹിക്കുകയാണ്. അവൻ്റെ വിശ്വസ്തത നീ വിചാരിക്കുന്നത് പോലെയല്ല, അതിനും അപ്പുറത്ത് ദിനം തോറും പുതിയൊരു വിശ്വസ്തത നിന്റെ ജീവിതത്തിൽ കാണിക്കുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് കാണിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്.
അതുകൊണ്ട് നീ പ്രയാസപ്പെടരുത്, അതുകൊണ്ട് നീ ഭാരപ്പെടരുത്. നിനക്ക് വേണ്ടി ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ നിന്റെ സമീപേ, നിന്റെ ചാരെ എൻ്റെ ദൈവമുണ്ട്. തുടർന്ന് 24-ാമത്തെ വാക്യത്തിൽ, 3-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. ദൈവം നിന്റെ ഓഹരിയാണെങ്കിൽ, മഹാരാജാവായ, രാജാക്കന്മാരുടെ രാജാവായ അത്യുന്നതനായ ദൈവം നിന്റെ ഓഹരിയാണെങ്കിൽ, ഓഹരിയാണെന്ന് ദൈവം ഉറപ്പ് തരികയാണ്. നീ വിചാരിക്കുന്നു നിനക്ക് ആരുമില്ല, നിന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, നിനക്ക് പ്രതീക്ഷ വെക്കുവാനായിട്ട് ഒരു മനുഷ്യനെ പോലും, ഒരു മുഖം പോലും നിനക്ക് കാണുവാനില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം പറയുന്നു, സർവശക്തനായ എൽ ശദായിയായ ഞാൻ നിന്റെ ഓഹരിയാകുന്നു. അവൻ നിന്റെ ഓഹരിയെങ്കിൽ, അവൻ നിന്റെ പക്ഷത്തെങ്കിൽ ആർക്ക് നിന്നോട് വിരോധമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയും? ആർക്ക് നിന്നെ തകർത്ത് ഇല്ലാതാക്കുവാൻ കഴിയും? ആർക്ക് നിന്നെ മുടിച്ചു കളയുവാനായിട്ട് സാധിക്കും? യെസ്, നിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കുറിക്കാനായിട്ട് പരിശുദ്ധയാത്മാവ് ആഗ്രഹിക്കുകയാണ്. നീ മുടിഞ്ഞു പോകാനല്ല അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്. അവനായിട്ട് കത്തുന്ന ഒരു വിളക്കായിട്ട് നീ ആയിരിക്കുന്ന ആ ദേശത്ത് തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ നീ കത്തണമെന്നത്, നീ പ്രകാശിക്കണമെന്നത് എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. യെസ്, അവൻ നിന്റെ ഓഹരിയാണ്. ഇന്ന് പകലിൽ അത് നീ വിശ്വസിച്ചാട്ടെ, അത് നീ ഏറ്റെടുത്താട്ടെ. നിനക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി പുതിയ നാമ്പ് കിളിർപ്പിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ സർവശക്തനായ ദൈവമാകുന്നു. തുടർന്ന് 3-ാം അധ്യായം 57-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നിനക്ക് തരുന്ന ഗ്യാരണ്ടി, നിനക്ക് തരുന്ന പ്രോമിസ്, നിനക്ക് തരുന്ന ഉറപ്പ്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. 58-ാമത്തെ വാക്യം, കർത്താവേ നീ എൻ്റെ വ്യവഹാരം നടത്തി. അതെ, ഇത്രനാൾ നീ കരഞ്ഞുവെങ്കിൽ, ഇത്രനാൾ നീ പ്രയാസപ്പെട്ടുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിന്റെ അടുക്കലേക്ക്, നിന്റെ നിലവിളി കേട്ട് നിന്റെ അടുക്കലേക്ക് ചാഞ്ഞ് ഇറങ്ങി വരാൻ പോവുകയാണ്. വന്ന് ഭയപ്പെടേണ്ട മകനെ, മകളെ എന്ന് നിന്റെ മുതുകിൽ തട്ടി നിന്നെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് നിന്റെ വ്യവഹാരം അവൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി, നിന്നെ വട്ടം കറക്കിയ പ്രതിസന്ധിയുടെ മുന്നിൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി വ്യവഹാരം നടത്തുവാൻ, നിനക്ക് വേണ്ടി വ്യവഹരിക്കുവാൻ, നിനക്ക് വേണ്ടി സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംസാരിക്കുവാൻ, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന ആ വാതിൽ തുറക്കുവാനായിട്ട്, നിനക്ക് വേണ്ടി ശത്രു നിനക്കെതിരായി വരുന്ന വാതിലുകൾ അടക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ അതിന് മനസ്സുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധയാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നെ കേൾക്കുന്ന ധാരാളം വ്യക്തികളോട് പ്രവചന ശബ്ദത്തിൽ പറയുകയാണ്, നിനക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്, നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കാൻ പോവുകയാണ്, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വ്യവഹരിക്കാൻ പോവുകയാണ്. യഹോവ എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകുന്നത്, പ്രതിസന്ധി ചിതറിപ്പോകുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടുകൊണ്ട്, ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചുകൊണ്ട്, ഒരനുഗ്രഹം നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നീ ആളു മാറിയവനെ പോലെ ആകാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്നെ വട്ടം കറക്കിയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ശത്രു നിന്റെ ജീവിതത്തിൽ കഷ്ടതയും അരിഷ്ടതയും കൊണ്ടുവന്നു എങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ കുടുംബത്തിനകത്ത് കയ്പും കാഞ്ഞിരവും അവൻ ഇട്ടു എങ്കിൽ, ഇനി മേലാൽ നിന്റെ ദിവസമാണ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയമാണ്, വ്യവഹരിക്കുന്ന സമയമാണ്. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞാട്ടെ, വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താട്ടെ. ഒരത്ഭുതം കാണുവാനായിട്ട്, ഒരത്ഭുതം അനുഭവിക്കുവാനായിട്ട് നീ ഒരുങ്ങിയാട്ടെ. ദൈവം നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളെ ഛിന്ന ഭിന്നമാക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധയാത്മാവിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യം ഞാൻ ഇന്ന് പകലിൽ എൻ്റെ ആത്മാവിൽ അനുഭവിക്കുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന, അരിഷ്ടതയിലൂടെ കടന്നു പോകുന്ന,
കാഞ്ഞിരത്തിൻ്റെയും കയ്പിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഈ വ്യക്തികളെ അവിടെ നോർത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരുടെ കുടുംബ ജീവിതത്തിനകത്ത്, തലമുറയുടെ വിഷയത്തിനകത്ത്, ജോലി മണ്ഡലത്തിലെ വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിൻ്റെ മേൽ ഒരു അത്ഭുതമായിട്ട് അവർക്ക് വേണ്ടി അങ്ങ് വ്യവഹാരം നടത്തി അവർക്ക് വേണ്ടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വരും ദിവസങ്ങളിൽ അത്ഭുതം ദർശിക്കുവാൻ, ആ അത്ഭുതം പ്രാപിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ആ നന്മ അനുഭവിക്കുവാനായിട്ട് അങ്ങേക്ക് മനസ്സ് തോന്നിയതിനായി, കരുണ തോന്നിയതിനായി രാവിലെ തോറും അങ്ങയുടെ വിശ്വസ്തത, പുതിയ വിശ്വസ്തത അങ്ങ് അവരോട് പകരുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു കർത്താവേ. അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം, കൂടെയിരിക്കുന്നതിനായി നന്ദി പറയുന്നു, കൃപ പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, വിശ്വസ്തത കാണിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് പുത്രനാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു അത്ഭുതം കാണുവാനായിട്ട് ഒരുങ്ങുക. ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.